മനുഷ്യന്മാരാണ്. അസുഖങ്ങളൊക്കെ വരും. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ക്യാഷ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ സമയത്ത് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ഇപ്പം ഇല്ല, ഇതൊക്കെ ഈ കാരണം ചില ആൾക്കാർ പറയുക. ചിലപ്പോൾ നമുക്ക് അത്രയും ബില്ല് നടക്കാൻ പറ്റിയെന്ന് വരില്ല. ആരാ കൊടുന്നു തരിക? ആരും കൊടുന്നു തരില്ല. ഫോണിലത്തെ പൈസ കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് തരും മാസം മാസം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് പോകണം, ഒരു ഡ്രസ്സ് എടുക്കണം, എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരുമോ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മേടിച്ച് തരുമോ? അപ്പോൾ കളിയാക്കുന്നവരോട് പോയി പണി വെക്കാൻ പറയണം. കളിയാക്കുന്നവരൊന്നും നമുക്ക് ചിലവിനും തരുന്നില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ നമ്മൾ പേടിക്കണം? അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം വേണം, സ്വന്തമായിട്ട് കയ്യിൽ കാശ് വേണം, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം. ഇതൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ടുള്ളത് ആരുമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എന്താ പറയുക, അതുപോലത്തെ സിറ്റുവേഷനിലൊക്കെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും സ്വന്തമായിട്ട്, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാറുണ്ട്. വെറുതെ വീട്ടിൽ നിന്ന് നമുക്ക് കാശ് കിട്ടുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് ക്യാഷ്, ചെറുതായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനല്ല പറയണത്, ചെറിയ ചെറിയ രീതിയിലൊക്കെ നമ്മൾ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ചെറിയ രീതിയിൽ, അല്ലാതെ ഇപ്പോൾ ഒന്നാകല്ല പറയണത്, ചെറിയ രീതിയിൽ ക്യാഷൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ആരും നമുക്കൊന്നും വെറുതെ കൊടുന്നേ തരില്ല. നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുമ്പോൾ തന്നെ അതിനൊരു വില ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ വെറുതെ ക്യാഷ് കിട്ടുമ്പോൾ എന്താ വില ഉള്ളത്? ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള വീട്ടിലിരിക്കുന്ന അമ്മമാർ, ഉമ്മമാർ, സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ മെസ്സേജ് ചെയ്തോട്ടോ, DM മെസ്സേജ് ചെയ്തോളൂ.